ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിന്ന് നാട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാ പ്രവാസികളെ പോലെയും കാത്തിരുന്ന് ദിവസങ്ങളൊക്കെ എണ്ണി കൂട്ടി ഞങ്ങൾ നാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനായിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകുന്ന 1.5 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകണം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പിള്ളേർക്ക് ആഹാരമൊക്കെ കൊടുത്ത് ഞങ്ങൾ റെഡിയായി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ വേണം എയർപോർട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഞങ്ങളുടെ റിച്ചുവിനെ ഞങ്ങൾ കൂട്ടി. കാരണം നമ്മുടെ വണ്ടി ഒത്തിരി പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ കാറ് ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ആളുടെ കയ്യിൽ അത് സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ച് ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ഡിപ്പാർച്ചറിലെത്തി. ഞാനും എൻ്റെ ഇച്ചും ഞങ്ങളുടെ 2 മക്കളും സേറെ റൂത്തും കൂടി അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെ എത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ കാരണം ഞാൻ പറയാം എന്തുകൊണ്ടാണ് കുറച്ച് നേരത്തെ വന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഒരുപാട് താമസിച്ചൊന്നുമില്ല കേട്ടോ. ഇച്ചിരി അധികം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നു, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് എല്ലാം കറക്റ്റാണ്. ലഗേജ് എല്ലാം കയറ്റി വിട്ടു. ഇനി അടുത്തത് നമ്മുടെ എമിഗ്രേഷനാണ്. അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് അതെല്ലാം വേഗം ക്ലിയറായി. കാരണം ഫൈനെല്ലാം ഓൾറെഡി ഞങ്ങൾ ഓൺലൈൻ അടച്ചിരുന്നു. ഏത് പ്രാവശ്യവും നാട്ടിലേക്ക് വരുമ്പോൾ മിനിമം നാട്ടിലത്തെ ഒരു 10,000 രൂപ ഫൈൻ നമ്മുടെ വണ്ടിക്കുണ്ടാവും. അപ്പോൾ ഫൈനെല്ലാം കഴിഞ്ഞതാ ഇന്ന ഒരു കാരണത്തിന് വേണ്ടിയാണ് നേരത്തെ വന്നത്. എന്തോരം കുപ്പിയാണോ, അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കാണാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡ് അത് വാങ്ങുന്ന സമയത്ത് ഞാൻ പുറത്തിരുന്നു. ഈ പ്രാവശ്യത്തെ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ചോദിക്കും വണ്ണം വെച്ചല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് ഞാൻ കൊണ്ടുവരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയും എൻ്റെ വണ്ണത്തിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ എന്നെ അംഗീകരിക്കാവുന്നവർ മാത്രം അംഗീകരിച്ചാൽ മതിയെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ താമസിക്കാതെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് എത്തി. മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ആകാശത്തിലൂടെ പറന്ന് പോകുന്ന ഫ്ലൈറ്റിനെ കാണുമ്പം അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ അങ്ങനെ ഇപ്രാവശ്യം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. ഫ്ലൈറ്റ് നമ്മുടെ എയർ ഇന്ത്യയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫുഡോ വെള്ളമോ ഒന്നും കിട്ടാനില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറച്ച് അധികം ഓറഞ്ചും അതുപോലെ ന്യൂട്ടല്ല പിന്നെ കുറച്ച് ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ കരുതിയായിരുന്നു. സേറ ഭയങ്കരമായിട്ട് പറയുന്നത് എന്താ ഫ്ലൈറ്റ് എടുക്കാത്തതെന്ന്. എനിക്ക് സാധാരണ ഭയങ്കര പേടിയാണ് ടേക്ക് ഓഫിൻ്റെ സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൈഡിലേക്ക് മാറി വയ്ക്കും. ബട്ട് സേറ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റൂത്ത് ഓൾറെഡി പാല് കുടിച്ച് ഉറങ്ങാനുള്ള ഒരു സെറ്റപ്പായി. അപ്പോൾ ആൾ ഉറങ്ങി. എല്ലാ പ്രാവശ്യവും ഫ്ലൈറ്റിൽ വരുമ്പോൾ റൂത്തിനൊരു ഫുൾ ടിക്കറ്റ് കൊടുക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം ആൾ ഞങ്ങളുടെ മടിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അത്ര വലിയ സങ്കടമൊന്നും ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റൂത്താണെങ്കിൽ 2 പേരിരിക്കുന്ന സീറ്റിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാണ് വന്നത്. അപ്പോൾ കുറച്ച് ഫിലിംസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ രാവിലെ എണീറ്റ് എൻ്റെ ക്ഷീണത്തിലും ഞങ്ങൾ ഇന്നലെ തലേദിവസമാണ് പാക്ക് ചെയ്ത്. അപ്പോൾ അതിൻ്റെയൊക്കെയാണല്ലോ ക്ഷീണത്തിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എണീക്കുന്നതായി ഈ ഒരു സമയത്താണ്. ഏതൊരു പ്രവാസികൾക്കും മനസ്സിൽ അത്രയേറെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണല്ലേ ഇത്. കാരണം നമ്മുടെ പ്രവാസമൊക്കെ നിർത്തി ഒരു ചെറിയൊരു ലീവിന് നാട്ടിലേക്ക് വരുമ്പം ആ ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങനെ താഴേക്ക് വരുന്നൊരു സമയത്ത് കാണുന്ന ഒരു പച്ചപ്പുണ്ടല്ലോ, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വരുന്നൊരു കുളിർമ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഗൾഫിൽ നമ്മൾ ഇത്ര അടുത്ത്, ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയായിട്ട് കുറച്ച് അടുത്താണല്ലോ, അവിടെ ജീവിക്കുന്നവർക്കായിരിക്കും ഈ ഫീലിംഗ് കൂടുതലുണ്ടാവുക. കാരണം UK ആണെങ്കിൽ അവർ ഇനി അങ്ങനെ എപ്പോഴും വരാൻ പറ്റുന്നൊരു സ്ഥലത്തല്ല, എങ്കിലും എല്ലാവർക്കും തന്നെ മിസ് ചെയ്യും. അപ്പം ആ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇതൊരു പക്ഷേ യൂസഫ് അലി സാറിൻ്റെ ഫ്ലൈറ്റ് ആയിരിക്കും, നമുക്കൊരു വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ എടുത്തു. ഓക്കെ, അപ്പോൾ എനിവേ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇന്നങ്ങനെ അവിടെ വലിയ ചെക്കിങ്, കാരണം നമ്മുടെ കയ്യിലൊന്നും ഇല്ല എങ്കിലും അവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി താഴേക്ക് ഇറങ്ങുന്ന ഒരു രീതി കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഞങ്ങളുടെ ലഗേജൊക്കെ ഓൾമോസ്റ്റ് കിട്ടി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. 33 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി, ഫ്ലാറ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് താങ്ങാൻ വരെ നമ്മുടെ ഗൾഫിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ആരുമില്ല. അത്രയധികം സ്ട്രെയിൻ ചെയ്ത് ഒരു ഒറ്റപ്പെടലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാമെന്നുള്ളത് വലിയൊരു ഫീലാണ്. അങ്ങനെ നമ്മുടെ നാട് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ.